Hello and welcome to my channel in the kitchen with Bindu. എല്ലാവർക്കും സുഖല്ലേ? ഇത് കണ്ടോ, പകല് മുഴുവൻ സ്നോ വീഴായിരുന്നു കേട്ടോ. ഒരു തണുപ്പിന് ഒരു കുറവുമില്ലാണ്ട് തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ വീക്കെൻഡിൽ ഭയങ്കര തണുപ്പായിരിക്കുന്നതാണ് പറയണത്. ഇപ്പം -9 ഡിഗ്രിയാണ് നമ്മുടെ ടെമ്പറേച്ചർ കാണിക്കുന്നത്. ഇനി അതിലും താഴെ പോകും, പോളാർ വെർട്ടെക്സ് ആവുമെന്നൊക്കെ പറയുന്നു. ദേ നല്ല കാറ്റും ഹോൾ ഡേ മഴയല്ല സ്നോ പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ജോലി കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം നിങ്ങൾ കാണുന്ന സമയം എന്ന് പറയുന്നത് 5:15 മണിയായിട്ടുണ്ട് വൈകുന്നേരം. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പം ഞാൻ ഓർത്തു എനിക്ക് വിശക്കുകയും ചെയ്യുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഭയങ്കര തണുപ്പുമാണ്. അപ്പം നല്ലൊരു കട്ടൻ ചായ കുടിക്കാനുള്ളൊരു മൂഡൊക്കെ ഉണ്ട്. കുറച്ച് കപ്പ ഇരിപ്പുണ്ടായിരുന്നു, അതൊന്ന് ഉലർത്തിയാലോ എന്നൊരു തോന്നൽ വന്നു. അങ്ങനെ ഞാൻ ആ കപ്പ 2 ഉണ്ടായിരുന്നുള്ളൂ ആകെ. അത് ഞാനൊന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് ഉലർത്താനുള്ളതായിട്ട് ഒന്ന് കൊത്തി അരിഞ്ഞ് എടുക്കുവാണ്. അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ സാധാരണഗതിയിൽ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഡിന്നർ കഴിക്കാറാണ് പതിവ്. അങ്ങനെ ഒരുപാട് നമുക്ക് വൈകുന്നേരം ചായ പരിപാടി വളരെ കുറവാണ്. അങ്ങനെ ചായ പരിപാടി ഇല്ല. പക്ഷേ ഇന്നിപ്പോൾ നേരത്തെ ജോലി കഴിഞ്ഞു. സാധാരണ 6-6:15 ആവും. ഇന്നിപ്പോൾ 5:15 തന്നെ തീർന്നു. അപ്പോൾ ഒരു ചായയുടെ ഒപ്പം എന്തെങ്കിലും ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഈ കപ്പ ഉലർത്തുക എന്നുള്ള ഐഡിയ കയറി വന്നത്. ഈ കപ്പ ഞങ്ങൾ ആക്ച്വലി മോളുടെ ബർത്ത്ഡേക്ക് സിൻസിനാറ്റിക്ക് പോയ വഴി അവിടുത്തെ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇവിടെ കിട്ടത്തില്ല. അപ്പം അതിനെയും വെച്ച് അഴുക്കാക്കി കളയേണ്ടെന്ന് ഓർത്ത് പെട്ടെന്ന് തന്നെ ഒന്ന് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളിയും ചതച്ച മുളക് പൊടിയും പിന്നെ അതുപോലെ തന്നെ വെളിച്ചെണ്ണയും ഉപ്പുമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ചെറിയുള്ളിയും നമ്മുടെ കറിവേപ്പിലയും കൂടി ചതച്ചിട്ട് ഞാൻ ഇച്ചിരി എണ്ണ അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്കൊന്ന് ഇട്ടു. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഈ ചെറിയുള്ളി ഒന്ന് മൊരിയിച്ചെടുക്കണം. അത് മൊരിഞ്ഞ് വരുന്ന താമസം മാത്രമേ ഉള്ളൂ. പിന്നെ കപ്പ വെന്ത് വരണമല്ലോ, കാരണം കപ്പ ഞാൻ കാണിച്ചില്ലേ, അത് ഞാൻ അടുപ്പിലിട്ടായിരുന്നല്ലോ ഓൾറെഡി. അത് വെന്ത് ഊറ്റി വെച്ചതിന് ശേഷമാണ് ഞാനിത് ചതച്ചൊക്കെ എടുത്തുകൊണ്ട് വന്നത്. എന്നിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് മൂത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് മുളക് ചതച്ച് വെച്ചിരിക്കുന്ന ചുവന്ന മുളക് ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും കൊണ്ടുള്ള കപ്പയായിരുന്നു. എരിവൊന്നും കൂടത്തില്ല. ഇതിപ്പോൾ ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂണോളം ഉണ്ടായിരുന്നു. അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ മുളകിൻ്റെ എരിവനുസരിച്ച് ഇവിടെ കുറച്ച് കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് നാട്ടിനേക്കാളും. അപ്പോൾ അത് നന്നായിട്ട് മുളകൊക്കെ മൂത്ത് പച്ചമണം മാറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ കപ്പ നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അതിൻ്റെ ഒരു താമസം മാത്രമേ ഉള്ളൂ. എന്നിട്ട് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ്, കാരണം കപ്പയും ഓൾറെഡി വെന്തതാണ്, നമ്മുടെ ഈ ഇടിച്ചിട്ട മസാലയും നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതെല്ലാം നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് ആവി കയറി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അടിപൊളിയായിട്ടുള്ള കപ്പ ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനങ്ങനെ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഉച്ചക്കത്തെ വല്ല മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ഇന്നിപ്പോൾ എനിക്ക് മീൻകറിയും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ ഇങ്ങനെ തന്നെ വെറുതെ സ്നാക്കായിട്ട് കഴിക്കുവാണ് ചെയ്തത്. അപ്പോൾ ഇത് നന്നായിട്ടെല്ലാം ഇളക്കി വെച്ചു. ഇന്ന് അടച്ചു വെച്ച് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും കപ്പയെല്ലാം നല്ല കുഴഞ്ഞ് നല്ല കപ്പയായിരുന്നു. ഒട്ടും കയ്പോ ഒന്നും ഇല്ലാത്ത നല്ല കപ്പയായിരുന്നു കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്കൊരു കട്ടൻ ചായയും കൂടെ ഇടാം എന്ന് വിചാരിച്ചു. കട്ടൻ ചായ ഇടാൻ എല്ലാവർക്കും അറിയാം, ആർക്കോടും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ഇവിടെ ഞാൻ ഇച്ചിരി ഏലക്ക ഇട്ടിട്ടുള്ള ഒരു കട്ടൻ ചായയും കൂടി ഇതിൻ്റെ ഒപ്പം ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരം ഈ പറഞ്ഞ പോലെ നല്ല തണുത്ത് മരവിച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ നമുക്ക് നല്ല ചൂട് ചായ കുടിക്കാൻ നല്ല സുഖമല്ലേ. അതിൻ്റെ കൂടെ നല്ല എരിവുള്ള കപ്പ ഉലർത്തിയതും കൂടി ആകുമ്പോഴത്തേക്കും ശരീരം മൊത്തത്തിലൊന്ന് ചൂടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് വല്ലപ്പോഴും കിട്ടുന്നൊരു കാര്യമാണല്ലോ. കാരണം വൈകുന്നേരം സാധാരണ ഞാനിപ്പം ശനിയാഴ്ച മാത്രമേ ഞങ്ങൾ ശനി ഞായർ മാത്രമേ ചായ കുടിയൊക്കെ ഉള്ളൂ വൈകുന്നേരം. കാരണം ജോലി കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ തന്നെ ഏകദേശം 5:45, 6 മണിയൊക്കെ ആവും. പിന്നെ ഡിന്നറിനുള്ള പരിപാടിയാവും. പിന്നെ ചായ കുടിക്കലൊന്നുമില്ല സത്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ വല്ലപ്പോഴും കിട്ടുന്നൊരു സൗഭാഗ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ അങ്ങനെ നേരം കിട്ടി, അതുകൊണ്ട് ഞാനൊരു സ്നാക്ക് ഉണ്ടാക്കി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കൊച്ചു ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ കുറച്ച് നേരം ഈ ചായയൊക്കെ കുടിച്ച് ഈ സ്നോയൊക്കെ വീണ കണ്ടുകൊണ്ട് അവിടെ ഇരുന്നു. അതിന് ശേഷമാണ് പിന്നെ ഡിന്നറിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയത്.
അപ്പോൾ മൊത്തത്തിൽ ഇന്ന് വൈകുന്നേരം കുറച്ച് സമയമുള്ള പോലെ തോന്നി. കാരണം സാധാരണ ധൃതി പിടിച്ച് 6:30 ആകുമ്പോഴത്തേക്ക് ഓടി വന്ന് എന്തെങ്കിലുമൊക്കെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കലാണ് പതിവ്. അപ്പോൾ ഇന്നിപ്പോൾ മൊത്തത്തിൽ ഒരു സ്നാക്കൊക്കെ കഴിച്ചപ്പോൾ ഒരു ഉഷാറൊക്കെ ആയി. നല്ല കപ്പ ഉലർത്തിയതും പിന്നെ നല്ല കട്ടൻ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം എല്ലാവരും കൂടി അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞതിന് ശേഷമാണ് പിന്നെ ഡിന്നറൊക്കെ കഴിക്കാൻ പോയത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലൊരു നല്ല വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.